ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈസി ആയിട്ടുള്ള ഒരു ആക്രിലിക് പെയിൻറ്റിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് സിമ്പിളായിട്ടുള്ളൊരു പേപ്പറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പിക്ചർ തന്നെയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. സെലക്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്താണോ അപ്പോൾ വരുന്നത് അത് ട്രൈ ചെയ്യണം കേട്ടോ, അല്ലാണ്ട് റെഫറൻസ് എടുത്തിട്ടൊന്നുമല്ല. അപ്പോൾ ഡാർക്കായിട്ടുള്ളൊരു സ്കൈ ബ്ലൂ ആണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു സ്കൈ ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ വൈറ്റ് ആഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനൊരു ബ്രൈറ്റ്നെസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പുല്ലുകൾ കാണുന്ന സ്ഥലത്ത് ഞാൻ യെല്ലോ വരുന്ന ഒരു ടച്ചിങ് കൊടുത്തിട്ട് അതിനെ ഡാർക്ക് ഗ്രീനിലേക്ക് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പം നമ്മുടെ ഒരു സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തൊക്കെ ആ പുല്ലുകളിങ്ങനെ ഒരു ഇളം ഇതായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഡാർക്ക് ഗ്രീനിൽ തന്നെ കുറച്ചുകൂടി ബ്ലാക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് അതിനെ ഡാർക്ക് ഗ്രീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ ഞാൻ കുറച്ച് ഫ്ലവറൊക്കെ വരയ്ക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ ഡാർക്കാക്കിയിട്ട് കൊടുത്തത്. അപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡിൽ നിന്ന് വന്ന് ഡാർക്ക് ഗ്രീനിലോട്ട് ആവുമ്പോൾ നമുക്ക് സൺലൈറ്റ് കുറഞ്ഞു വരുന്നത് പോലെ ഉള്ളൊരു ഫീലിംഗ് അല്ലേ കിട്ടുക. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ട്രീ ഒക്കെ നിൽക്കുന്നതിൻ്റെ ഷെയ്ഡായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് വരെ വാച്ച് ചെയ്യുക. അത് ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ ബ്ലാക്ക് ചേർത്തുള്ള ഡാർക്ക് ഗ്രീൻ കൊടുത്തവിടെ കുറച്ച് ചെടികളൊക്കെയാണ് കേട്ടോ വരച്ചത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് പൂക്കളൊക്കെ വരച്ചു. പിന്നെ അതിലൊരു പൂമ്പാറ്റ, ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം എനിക്ക് തോന്നി അവിടെ ബ്ലാങ്കായി കിടക്കുന്ന അവിടെ ഒരു മരത്തിൻ്റെ ചില്ല വരച്ചിട്ട് അതിലൊരു പക്ഷിയെ വരയ്ക്കാമെന്ന്. പിന്നെ ഞാനത് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ അത് ഫുള്ളായി കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോകളായിട്ട് അടുത്തത് നമുക്ക് ചെയ്യാനുള്ളൊരു എനർജി കിട്ടുന്നത് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലാണ്. അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഉറപ്പാണ്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് മണിക്കൂർ എടുത്തിട്ട് ഞാൻ ടഫായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് അത് ഷോർട്സ് ആയിട്ട് ഞാൻ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തതിനൊക്കെ ലൈക്കും കമൻറ്റൊക്കെ കുറവായിരുന്നു. എന്നാൽ സിമ്പിളായിട്ടുള്ള പിക്ചർ ഇട്ട് കഴിഞ്ഞാൽ അതിന് ലൈക്കൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അതിന് മുന്നൊക്കെ ഞാൻ ഒരു 3 മണിക്കൂറും 4 മണിക്കൂറൊക്കെ എടുത്തിട്ടുള്ള പിക്ചറുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് അത് കഷ്ടപ്പെട്ടിരുന്ന് വരയ്ക്കാറുണ്ട് കേട്ടോ. പക്ഷെ അതിനൊന്നും ലൈക്കും കമൻറ്റൊന്നും ഉണ്ടാവാറില്ല. എന്നാൽ സിമ്പിളായിട്ട് ചെയ്യുന്നതിനാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് ലൈക്കും കമൻറ്റൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളും വാച്ച് ചെയ്തവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടിങ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ.